Organization of Agricultural and Craft Production, North India, 550 to 1300 AD. Here we are going to discussing about irrigation. The question is, analyze briefly the irrigation techniques used during the early medieval period, or what were the traditional methods used to irrigate field during the early medieval period. If the land grant inscription usually tell us nothing about the role of state in the promotion of agricultural production, it does not mean that state did not play any such a role. A 12th century CE non-epigraphic sources, the Rajatarangini by Kalhana, relate in some details how the early medieval state could contribute the cause of agriculture on the significant scale of other means than issuing grants on copper plates or stone of uncultivated land to religious personnel or institutions. Land grant ഇൻസ്ക്രിപ്ഷനുകൾ അഗ്രികൾച്ചർ പ്രൊഡക്ഷന് വേണ്ടി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടില്ല. ലാൻഡ് ഗ്രാൻഡ് ഇൻസ്ക്രിപ്ഷനുകളിൽ ഭൂമി ഏതെല്ലാം തരത്തിൽ തരം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള അപൂർണമായ വിവരങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അതിൽ സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ സ്റ്റേറ്റിലെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനിൽ വലിയ റോളില്ല എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. 12ാം നൂറ്റാണ്ടിൽ രാജതരംഗിണി എന്ന് പറയുന്ന സാഹിത്യകൃതി കൽഹണനാൽ തയ്യാറാക്കപ്പെട്ട കൃതിയാണ്. ഈ കൃതിയിൽ മെഡീവൽ മധ്യകാലഘട്ടത്തിലെ ചില കാർഷിക വൃത്തിയെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. The contribute the cause of agriculture on significant scale by other means issuing grants or copper plates or stone carvation. കല്ലുകളിൽ കൊത്തിവെക്കപ്പെട്ടതോ കോപ്പർ പ്ലേറ്റുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടതോ ആയിട്ടുള്ള വിവരങ്ങൾക്ക് അപ്പുറമായി എങ്ങനെയായിരുന്നു ഈ 12ാം നൂറ്റാണ്ടിൽ ഈ മധ്യകാലഘട്ടത്തിൻ്റെ എപ്രകാരമായിരുന്നു കാർഷിക മേഖലയിൽ സ്റ്റേറ്റിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് വിവരിക്കുകയുണ്ടായി. ഡ്യൂറിങ് ദ 8th century CE, according to the source, it was the king of Karkota dynasty of Kashmir, Lalitaditya Muktabida is caused a diversion of the waters of Vidasta, that is Chalam river, at the certain place. Also contributed a large number of water wheels. The water wheels are known as Araghata among the village. ലളിതാദിത്യ മുക്തപിട ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അലക്സാണ്ടർ ഓഫ് കശ്മീർ എന്നാണ്. അലക്സാണ്ടർ ഓഫ് കശ്മീർ എന്നറിയപ്പെട്ടിരുന്ന കർക്കോട്ട ഡൈനാസ്റ്റിയിലെ കശ്മീരിലെ കർക്കോട്ട ഡൈനാസ്റ്റിയിലെ പ്രഗത്ഭനായ രാജാവായിരുന്നു ഈ ലളിതാദിത്യ. അദ്ദേഹം വിധാസ്ത നദിയിലെ ജലം കാർഷിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും വാട്ടർ വീല് കൊണ്ട് പേർഷ്യൻ വാട്ടർ വീൽ എന്നറിയപ്പെടുന്ന അറഗട്ടാസ് എന്നറിയപ്പെടുന്ന വാട്ടർ വീൽ കൊണ്ട് ജലസേചനം നടത്തിയിരുന്നു ഗ്രാമങ്ങളിലുടനീളം എന്ന് കൽഹണൻ്റെ സാഹിത്യത്തിൽ പരാമർശിക്കുന്നുണ്ട്. രാജതരംഗിണിയിൽ A far more consequential intervention by the state occurred in the next century with the ingenious flood control measures, extensive land reclamation, and the creation of network of canals by the state official Suya. പിന്നീട് തൊട്ടടുത്ത നൂറ്റാണ്ടുകളിൽ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുള്ള നടപടികൾ
കാർഷിക ഭൂമി കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അതുപോലെ കൃഷി ആവശ്യത്തിന് വേണ്ടി ജലസേചനത്തിന് വേണ്ടി കനാലുകളുടെ നിർമ്മാണം, ഈ കനാലുകളുടെ നിർമ്മാണത്തിന് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥൻ സുയ എന്നറിയപ്പെടുന്ന ഒരു ഒഫീഷ്യലിനെയൊക്കെ നിയോഗിക്കപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. The revolutionary impact of Suya's measures was described by കൽഹണ. കൽഹണൻ്റെ രാജതരംഗിണിയിൽ തന്നെയാണ് ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ എത്രത്തോളം വിപ്ലവാത്മകമായിരുന്നു എന്ന് പരാമർശിക്കുന്നത്. According to Kalhana, were formerly during the times of great abundance of purchase price of the kharif of rice have been 200 dinaris. In that the same time realm of Kashmir, since his time, the purchase price of kharif of rice came to be 36 dinaris. കൽഹണന് ഒരു കമ്പാരിസൺ നടത്തുകയാണ്. സുയ എന്ന് പറയുന്ന ഈ ഒഫീഷ്യൽ, ഈ ഉദ്യോഗസ്ഥൻ വരുന്നതിന് മുൻപ് ഖാരിഫ് വിളയായിരുന്ന റൈസിന് 200 ദിനാറി നൽകണമായിരുന്നു പർച്ചേസ് ചെയ്യാൻ. അതേസമയം സുയ എന്നുള്ള അധികാരി വന്നതിന് ശേഷം അതിൻ്റെ പ്രൈസ് 36 ദിനാറിയായി കുറഞ്ഞു എന്ന് അടയാളപ്പെടുത്തപ്പെടുന്നു. The irrigation facilities are reported for the region of Sindh also at the time of its conquest by Arabs in the 8th century. These seems to have been consisted state maintained canals as well as facilitate under the community or individual possession and operation such as water wheels. ഇപ്പോൾ 8ാം നൂറ്റാണ്ടിൽ അറബികളുടെ ആക്രമണവും കീഴടക്കലും സിന്ധ് പ്രവിശ്യ, ഈ കാലഘട്ടത്തിൽ ഈ സിന്ധ് പ്രവിശ്യയിൽ വാട്ടർ വീലുകൾ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഒരു സാമുദായികമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമോ ആയിട്ട് കനാലുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം നൽകിയിരുന്നു എന്നടയാളപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി വാട്ടർ വീലുകൾ ഉപയോഗിച്ചിരുന്നു എന്ന്. ഇറിഗേഷൻ ഫെസിലിറ്റി ആസ് റിപ്പോർട്ടഡ് ആസ് ദസ് allusion of Aragattas and in Rajatarangini mentioned above occurs the context of the diversion of river waters. അപ്പോൾ അരകട്ട ഉപയോഗിച്ചിരുന്നു, അതായത് വാട്ടർ വീൽ ഉപയോഗിച്ചിരുന്നു എന്ന് രാജതരംഗിണിയിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ജലം തിരിച്ചുവിടുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു ഉപാധിയായിരുന്നു. There are also specific reference to Aragatta except at the wells elsewhere the text in രാജതരംഗിണി. ഇതുമാത്രമല്ല, രാജതരംഗിണിയിലെ ഒരു അധ്യായത്തിൽ കിണറുകളിൽ എപ്രകാരം ഈ വാട്ടർ വീൽ ഫിക്സ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ദീസ് അസോസിയേഷൻ ഓഫ് Aragatta with the surface water means river and water at the depth represent first two stage of the three-stage history of the device that generally called Persian wheel or rahat in Hindi. അപ്പോൾ ഇതുമായി അരകട്ടയുമായി ബന്ധപ്പെടുത്തു നോക്കിക്കഴിഞ്ഞാൽ സർഫസ് വാട്ടർ, നദീജലം, അതാണ് ഉപരിതല ജലം എന്ന് പറയും. നദീജലത്തിൽ എങ്ങനെ അരകട്ട ഉപയോഗിക്കണം, അതുപോലെ നല്ല ആഴമുള്ള കിണറുകളിൽ നിന്ന് എങ്ങനെ വെള്ളം ഇത് പ്രകാരം ഉപയോഗിക്കാം എന്നെല്ലാം പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ അരകട്ടയുടെ ചരിത്രത്തിൽ 3 സ്റ്റേജ് ഹിസ്റ്ററി, അരകട്ടയ്ക്ക് തന്നെ ഒരു 3 തലത്തിലുള്ള ചരിത്രമുണ്ട്. 3 തലങ്ങളിൽ ഇവ ഉപയോഗിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ തലമാണ് സർഫസ് വാട്ടറിൽ എങ്ങനെ അരകട്ട ഉപയോഗിക്കാം എന്നുള്ളത്. പേർഷ്യൻ വീൽ എന്നായിരുന്നു ഇതിനെ വിളിച്ചിരുന്നത്. ഹിന്ദിയിൽ റാഹത്ത് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നുണ്ട്. In the first stage, pots were attached to the rim of the wheel that was set up on the source of surface water. ഉപരിതലത്തിലെ ജലം ഡൈവേർഷൻ ചെയ്യുന്നതിന് വേണ്ടി വാട്ടർ വീലിൽ ആദ്യഘട്ടത്തിൽ ആ വീലിൻ്റെ ചക്രത്തിൻ്റെ ഉപരിതലത്തിൽ പാത്രങ്ങൾ കെട്ടിവെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് നദിയിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നമുക്കിവിടെ കാണാം അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിൻ്റെ ചിത്രം എങ്ങനെയാണ്. ആസ് ദ വീൽ വാസ് റൊട്ടേറ്റഡ്, ഈ വീല് കറങ്ങുന്നതിനനുസരിച്ച് പോട്ട് ടുക്ക് ഇൻ ആൻഡ് പോർ ഔട്ട് ദ വാട്ടർ, നദിയിലെ ജലം ഈ കുടത്തിൽ നിറയുകയും ചക്രം തിരിയുന്നതിനനുസരിച്ച് ഈ വെള്ളം ഉപരിതലത്തിലേക്ക് എത്തി മറുവശത്തേക്ക് അത് തൂവുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു പ്രവൃത്തി. This was the first stage of device is called Noria in English.
ഇതായിരുന്നു വാട്ടർ വീലിൻ്റെ ചരിത്രത്തിലെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഈ പ്രവൃത്തിയെ അല്ലെങ്കിൽ ഈ ഉപകരണത്തെ വിളിച്ചിരുന്നത് ഇംഗ്ലീഷിൽ നോറിയ എന്നായിരുന്നു. Phase, the pot were not attached directly to the rim of the wheel, but rather to an extended rope. This rope was then employed as a chain resembling a garland and suspended over the wheel. This rope chain with pots is appropriately called pot garland. When the water wheel was placed over a well at a suitable height, the pot or the bottom of the hanging pot garland would be immersed in the water of the well. By rotating the wheel, it was thus now possibly to use the well efficient for irrigation other purpose. വാട്ടർ വീലിൻ്റെ സെക്കൻഡ് ഫേസ്, രണ്ടാം തലം എന്ന് പറയുന്നത് ഈ പോട്ടുകളെ ഒരു ചങ്ങല പോലെ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു പൂമാല പോലെ ഒരു വലിയ കയറ്, ആ കയറിലുടനീളം കുറേ പോട്ടുകൾ, കുറേ കുടങ്ങൾ, ഒന്നല്ല ഒരുപാട് കുടങ്ങൾ ബന്ധിപ്പിക്കുക. നേരത്തെ വാട്ടർ വീലിൽ ചക്രത്തിൽ തന്നെയാണ് ബന്ധിപ്പിച്ചത്. ഇവിടെ അങ്ങനെയല്ല, ഒരു കയറിലാണ് കുടങ്ങൾ ബന്ധിപ്പിക്കുന്നത്. ഈ കയറ് ലൂസായി തൂങ്ങിക്കിടക്കുന്ന ഒന്നാണ്. ഈ കയർ എന്ത് ചെയ്യും, നമ്മുടെ ഈ വാട്ടർ വീലിൽ ധരിപ്പിക്കുന്നു. അങ്ങനെ മറ്റേ അറ്റം ഈ കയറിൻ്റെ ലൂസ് ഹാങ്ങിങ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കയറാണ്. ഉടനീളം, അതായത് ഒരു പൂമാല എടുത്തു കഴിഞ്ഞാൽ മാലയിൽ നിറയെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതിന് പകരം നിറയെ കുടങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ വീലിൽ ഈ പൂമാല പോലെയുള്ള ഈ റോപ്പ് ചെയിൻ ഇങ്ങനെ കണക്ട് ചെയ്ത പോട്ട് ഗാർലാൻഡ് എന്ന് പറയാം. അപ്പം നമുക്കതിനെ ഒരു കുടത്തിൻ്റെ മാല പോലെ ഉണ്ടാവും. ഇത് വാട്ടർ വീൽ ധരിപ്പിച്ച് കഴിഞ്ഞാൽ വാട്ടർ വീൽ ഏറ്റവും ഇത് കിണറിലാണ് വയ്ക്കുന്നത്. നേരത്തെ നോറിയ എന്ന് പറയപ്പെടുന്നത് നദിയിലായിരുന്നു. ഇത് ആഴത്തു നിന്ന് വെള്ളം കരക്കെത്തിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതൊരു കിണറിൻ്റെ മുകളിൽ ആണ് സ്ഥാപിക്കുക. ഈ കുടങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഈ മാല ഈ വീലിലൂടെ ചുറ്റി താഴെ കിണറ്റിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. വീല് കറങ്ങുമ്പോൾ ഈ കുടത്തിൽ കിണറ്റിൽ നിന്ന് വെള്ളം നിറയുന്ന കുടം ഇങ്ങനെ ചക്രത്തോടൊപ്പം കറങ്ങി മുകളിലേക്ക് എത്തി അങ്ങനെ ജലം എന്ത് ചെയ്യും, കിണറ്റിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ പദ്ധതിയായിരുന്നു എന്നുള്ളതാണ് അടയാളപ്പെടുത്തപ്പെടുന്നത്. Second stage in history of Arragatta is widely attested not only the literature of early India, that is in Panchatantra tales, but also in the early medieval inscription of South Rajasthan and Gujarat. അറഗട്ടയുടെ ഈ രണ്ടാം സ്റ്റേജ് എന്ന് പറയുന്നത് സാഹിത്യ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല. സാഹിത്യം എന്ന് പറയുമ്പോൾ പഞ്ചതന്ത്ര കഥകളിലൊക്കെ ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഗുജറാത്തിൻ്റെയും രാജസ്ഥാനിലെയും ഒക്കെ മധ്യകാല രേഖകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. These arragattas on the well were operated manually either by hand or by the rope. ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഈ അറഗട്ടയുടെ ഈ പ്രവൃത്തി, മാല പോലെയുള്ള ഈ ഒരു അറഗട്ടയെ ഉപയോഗിച്ചിരുന്നത് മനുഷ്യർ അവരുടെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ കാലുകൾ കൊണ്ട് ചവിട്ടിയോ കൈകൾ കൊണ്ട് തിരിച്ചോ ആയിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത്. When they came to operated by animal power in the application of gearing mechanism, പിന്നീട് ഇതിൻ്റെ പ്രവൃത്തി മൃഗങ്ങളെ ഉപയോഗിച്ച്, കാളകളെ അല്ലെങ്കിൽ പോത്തുകളെയൊക്കെ ഉപയോഗിച്ച് ഒരു ഗിയറിൻ്റെ ഒരു പൽചക്രങ്ങളുടെ സഹായത്തോടു കൂടി ഇതിനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ദ തേർഡ് സ്റ്റേജ് ഓഫ് വാട്ടർ വീൽ വാസ് റീച്ച്ഡ്. ഇതായിരുന്നു വാട്ടർ വീലിൻ്റെ മൂന്നാം ഘട്ടം, അറഗട്ടയുടെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് വിവിഡ് ഡെസ്ക്രിപ്ഷൻ ഓഫ് ദിസ് ഗിവൻ ബൈ ബാബർനാമ. ഈ ഒരു തേർഡ് സ്റ്റേജിനെ കുറിച്ച്, വാട്ടർ വീലിൻ്റെ മൂന്നാം ഘട്ടത്തെക്കുറിച്ച് കൃത്യമായി വിവരണം നൽകപ്പെടുന്നത് ബാബർനാമ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. എ വേഗ് ക്ലെയിം ഫോർ ദ എക്സിസ്റ്റൻസ് ദിസ് 10th century India വാസ് rebuted by ഹബീബ് ആൻഡ് rebuted not on the contested source. 10th നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഇത്തരത്തിലിത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിനൊരു അവ്യക്തമായ പരാമർശമുണ്ട്. പക്ഷേ അത് അത്രത്തോളം വ്യക്തതയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതിനെ എന്ത് ചെയ്യുന്നില്ല, കൃത്യമായി സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. References to wells and tanks are quite prevalent in the inscriptions found across different regions. From Gujarat, in a particular comes
Good epigraphic evidence of the special types of large wells with steps called wabi, step wells. ഇനി കിണറുകൾ അതുപോലെ തടാകങ്ങൾ എന്നിവയെക്കുറിച്ച് ധാരാളം രേഖകളിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പല പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഗുജറാത്തിൽ അത്തരത്തിലൊന്നുണ്ട്. എപ്പിഗ്രാഫിക് എവിഡൻസ് ഗുജറാത്തിൽ നിന്ന് ലഭിച്ചത് ഒരു വലിയ വെല്ലിനെക്കുറിച്ച്, ഒരു വലിയ കിണറിനെക്കുറിച്ചാണ്. ഇതിനെ വാബി എന്നാണ് അറിയപ്പെടുന്നത്, അതായത് സ്റ്റെപ്പ് വെൽ എന്നുള്ളതാണ്. പടിക്കെട്ടുകളോട് കൂടിയ പടിക്കെട്ടുകളുള്ള വലിയൊരു കുളം അല്ലെങ്കിൽ ഒരു കിണർ എന്നുള്ള. നോട്ട് ആൾ ദീസ് വെൽ ഓർ ടാങ്ക്സ് were used to irrigation crops, as historian often assume too readily without inquiry. ഈ കിണറുകൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കുളങ്ങൾ, തടാകങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണമായും ഇറിഗേഷന് വേണ്ടിയിട്ട്, കാർഷിക പ്രവൃത്തിക്ക്, ജലസേചനത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്തരത്തിലുള്ള സൂചനകളുണ്ട്. All the wabis that occurs in epigraphic records have thus been thought as mean of agriculture, wabi being even translated on occasion as irrigation well, as in rendering the inscription of Maitra, ruler of Gujarat. Although wabi serving non-agrarian purposes are quite well known. ഈ വാബികൾ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള സ്റ്റെപ്പുകളോട് കൂടിയിട്ടുള്ള കിണറുകൾ അല്ലെങ്കിൽ കുളങ്ങൾ അല്ലെങ്കിൽ തടാകങ്ങൾ എന്ന് പറയുന്നത് എപ്പിഗ്രാഫിക് റെക്കോർഡുകളിൽ ഇവയെ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ്. വാബി എന്ന് പറയുന്നത് മൈത്രാകാർ റൂളേഴ്സ്, ഗുജറാത്തിലെ മൈത്രാകാർ റൂളേഴ്സ് അവരുടെ ഇൻസ്ക്രിപ്ഷനിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതിനെ ഇറിഗേഷൻ വെൽ എന്നാണ്, ജലസേചനത്തിനുള്ള കിണർ എന്നുള്ള രീതിയിലാണ് അടയാളപ്പെടുത്തിയത്. പക്ഷെ വാബികൾ, ഈ സ്റ്റെപ്പ് കിണറുകളായിട്ടുള്ള വാബികൾ നോൺ അഗ്രേറിയൻ പർപ്പസിനും ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വസ്തുത. ലൈക്ക് വൈസ് it is wrong to think that great Bhojpur lake in Malwa was created of the augmenting agriculture production. അതുപോലെ മാൾവയിലുള്ള ഭോജ്പൂർ ലേക്ക് തടാകം എന്ന് പറയുന്നത്, ഈ തടാകം എന്താണ്? ഇറ്റ് ഈസ് റോങ് ടു തിങ്ക് അബൌട്ട് ദ ഗ്രേറ്റ് ലേക്ക് വാസ് ക്രിയേറ്റഡ് ഓഫ് അഗ്യുമെൻറ്റിംഗ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയേ ഇല്ല എന്നാണ്. In a great number of cases, however, agrarian function of the water resource is clarified beyond reasonable doubt by the contextual analysis of the inscription. ഇപ്പോൾ ഈ രേഖകളിൽ പറയുന്ന വസ്തുതകൾ സൂക്ഷ്മമായ അനാലിസിസിന് വിധേയമാക്കിയതിന് ശേഷമേ പലപ്പോഴും എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഈ കുളങ്ങളും കിണറുകളും തടാകങ്ങളും നിർമ്മിച്ചത്, അതിനൊക്കെ അഗ്രികൾച്ചറൽ റോൾ ഉണ്ടായിരുന്നു എന്നൊക്കെ സൂക്ഷ്മ പരിശോധന ചെയ്യപ്പെടേണ്ട ഒന്നാണ്. Thus in the above mentioned Maitrarka record, 2 wabis are granted along 240 measures of land. Brahmadeya to 2 Brahmanas were the further reference to the cultivation of the grants. ഇപ്പോൾ ഈ മുകളിൽ പറയുന്ന മൈത്രാക റെക്കോർഡ്സിൽ 2 വാബികൾ ഗ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഏകദേശം 240 മെഷേഴ്സ് ഓഫ് ലാൻഡ് എന്നുള്ളതാണ്. 240 എന്നാണ് നമ്മൾ പറയുന്നത്. 240 മെഷേഴ്സ് ഓഫ് ലാൻഡ് ഇതിനെ ബ്രഹ്മദേയ, അതായത് 2 ബ്രാഹ്മോസിന് ഗ്രാൻഡ് ചെയ്തപ്പെട്ടതാണ്, നൽകപ്പെട്ടതാണ്. അവർക്കതിന് ജലസേചനത്തിന് വേണ്ടി, കൾട്ടിവേഷന് വേണ്ടി നൽകപ്പെട്ടു എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൈത്രാക റെക്കോർഡിൽ. എ സെമി അറൈഡ് റീജിയൻ വെസ്റ്റേൺ ഇന്ത്യ, ദീസ് ഇറിഗേഷൻ ഡിവൈസ് courses brought much needed security to cultivation. ഇനി സെമി അറൈഡ് ഏരിയ ആയിട്ടുള്ള വെസ്റ്റേൺ ഇന്ത്യയിലെ പ്രദേശങ്ങൾ, അവിടെ ഇറിഗേഷൻ ഡിവൈസുകൾ നിർബന്ധമായും ആവശ്യമുള്ള ഒരു മേഖലയാണ്. കാർഷിക മേഖലയെ സംരക്ഷിക്കണമെങ്കിൽ they could also make possible double cropping as they do in other parts of India. And 7th century inscription from Mewar refers to Aragatta and tanks on the boundaries of arable field, some of which are said to producing 2 crops in a year. ഒരു വർഷം 2 ക്രോപ്സുകൾ, 2 കൃഷി ഇറക്കി വിളവെടുക്കുന്ന
മേഖലകളിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള അരകട്ടകളുടെയും ടാങ്കുകളുടെയും ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ചും മേവാറിൽ ഇങ്ങനെയൊരു ഇൻസ്ക്രിപ്ഷനിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. Very interesting irrigation arrangement are seen to some early medieval inscription of Odisha. ഒഡീഷയിലെ ചില മധ്യകാല രേഖകളിൽ ഇത്തരത്തിലുള്ള ഇറിഗേഷൻ അറേഞ്ച്മെൻറ്റുകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. One of which refer to the grand one hala or a plow measures of the land with the right to draw water from the tank Tungana until to crop ripened എന്നാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്. എന്താണ് ഗ്രാൻഡ് ടു ഹാല അല്ലെങ്കിൽ പ്ലോ മെഷർ, ഭൂമി എങ്ങനെ കിളയ്ക്കണം എന്നുള്ളതിനെ പ്ലോ ചെയ്യണം എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ലാൻഡ് കുഡ് ബി പ്ലോഡ് വൺ പ്ലോ ഇൻ എ ഡേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലാൻഡ് കുഡ് ബി പ്ലോഡ് ബൈ വൺ പ്ലോ ഇൻ എ ഡേ എന്ന്. അങ്ങനെയാണെങ്കിൽ വാട്ടർ ടാങ്കിൽ നിന്ന് എവിടേക്കുള്ളൂ കൃത്യമായിട്ട് ക്രോപ്സ് റൈപ്പ് ചെയ്യുന്നത് വരെ എത്തുള്ളൂ എന്നുള്ളതാണ്. In the instance of Brahmana was granted water course along with the land. What was asked to share the water with other families the locality during summer എന്ന്. ഇനി മറ്റൊരു തെളിവെന്ന് പറയുന്നത് ബ്രാഹ്മണ വാസ് ഗ്രാൻഡഡ്, ബ്രാഹ്മണർക്ക് എന്ത് ചെയ്യുക അനുവദിച്ചിരുന്നു, വാട്ടർ കോഴ്സ് ലാൻഡിൻ്റെ കൂടെ ജലവും അനുവദിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ അവർക്ക് ആവശ്യമുള്ളത് പ്രത്യേകിച്ചും വേനൽക്കാലങ്ങളിൽ അത് എന്ത് ചെയ്യപ്പെടണം, നൽകപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഈവൻ വാട്ടർ റിസോഴ്സസ് ആർ നോട്ട് മെൻഷൻ ഇൻ അവർ സോഴ്സസ്. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഫോർ ഇറിഗേഷൻ ഫ്രം ദ അതർ കൈൻഡ് ഓഫ് റെഫറൻസസ്. The cultivation of sugarcane over North India is known for the variety of early medieval sources, both the literary and epigraphic. ഇനി എല്ലാ രേഖകളിലും ചിലപ്പോൾ ജലത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് പരാമർശിക്കണമെന്നില്ല. എന്നാലും ഇറിഗേഷൻ നേരിട്ടല്ലാത്ത രീതിയിൽ ജലസേചനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടായിരിക്കും. നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കൾട്ടിവേഷനാണ് ഷുഗർ കെയിൻ എന്ന് പറയുന്നത്, കരിമ്പ് എന്ന് പറഞ്ഞാൽ. മധ്യകാലഘട്ടത്തിലുടനീളം ഉണ്ടായിരുന്നു ഇത് എന്നല്ല. ഇത് നമുക്ക് ലിറ്ററേച്ചറിലും അതുപോലെ എപ്പിഗ്രാഫിക്കിലും ഒക്കെ കാണപ്പെടാവുന്ന ഒന്നാണ്. ഔട്ട്സൈഡ് ദ മിഡിൽ ഗംഗ പ്ലെയിൻ, ബീഹാർ, ഈസ്റ്റേൺ യു പി ഒക്കെ ഷുഗർ കെയിൻ മസ്റ്റ് യൂഷ്വലി ബി ഇറിഗേറ്റഡ്. ഇൻ ഇൻസ്റ്റൻസ് ഓഫ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ബിക്കം പോയിൻ്റ് ടു പ്രിവലൻ്റ് ഓഫ് ഇറിഗേഷൻ. അപ്പോൾ ഈ കരിമ്പിന് എന്ത് ചെയ്യാൻ ധാരാളം ജലസേചനം ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇവിടെ കരിമ്പുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അതിനുള്ള ഇറിഗേഷനും ഉണ്ടാവും എന്നുള്ളതാണ്. ദ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ചന്ദേല റൂളേഴ്സ് ഫോർ ഇൻസ്റ്റൻസ്, മധ്യ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരികളാണ് ഇവർ. ചന്ദേല റൂളേഴ്സ് instance are replete the reference to sugarcane in the field early medieval Bundelkhand. മധ്യകാല ബുന്ദേൽഖണ്ഡിൽ, ബുന്ദേൽഖണ്ഡ് ഒരു പ്ലേസാണ്, മധ്യകാല ബുന്ദേൽഖണ്ഡിൽ ഷുഗർ കെയിൻ ഫീൽഡുകൾ ഉണ്ടായിരുന്നു എന്നുള്ള പരാമർശമുണ്ട്, പ്രത്യേകിച്ചും ചന്ദേല റൂളേഴ്സിൻ്റെ ഇൻസ്ക്രിപ്ഷനുകളിൽ എന്ന് പറയാം. ദ ടെറൈൻ ഓഫ് ദ റീജിയൻ ലാൻഡ്സ് ഇറ്റ് സെൽഫ് എ ടാങ്ക് ഇറിഗേഷൻ വിത്ത് ലീസ്റ്റ് എഫോർട്ട് while the variables rainfall create a general demand for it. അപ്പോൾ അവിടെ ഒരു ടാങ്ക് പറഞ്ഞ ഒരു തടാകം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ എന്തുണ്ടായിരുന്നു, ആർക്കിയോളജിക്കൽ പ്രൂഫ് തെളിവാണ് ഈ പറയുന്നത്. റെയിൻഫാള് ഉണ്ടാവുമ്പോൾ അത് ജലം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം മഴ കുറയുമ്പോൾ എന്തായാലും ജലം സംഭരിക്കേണ്ടത് മഴ വെള്ളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം മഴ വെള്ളം സംഭരിക്കുന്നതിന് വലിയ കുളം അല്ലെങ്കിൽ തടാകം, ടാങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആർക്കിയോളജിക്കൽ എവിഡൻസ് ഫോർ ദ ടാങ്ക് ഇറിഗേഷൻ കൺവെൻഷനലി അട്രിബ്യൂട്ടഡ് ടു ദ ഏർലി മിഡീവൽ പീരിയഡ് ആൾസോ പ്രിസർവ് ദ റീജിയൻ. മധ്യകാലഘട്ടത്തിൽ ഈ ഒരു മേഖലയിൽ ടാങ്ക് ഇറിഗേഷൻ ഉണ്ട് എന്നുള്ളതിന് ആർക്കിയോളജിക്കലായിട്ടുള്ള എവിഡൻസ് ലഭ്യമായിട്ടുണ്ട്. അതിപ്പോഴും സർവൈവ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. For all these importance, irrigation measures would have covered only a small proportion of total cropped area as they continued till much later times. Larger population would have been dependent not only the rainfall but also inundation of other floodplain. ഇറിഗേഷൻ മെത്തേഡ് പല രീതിയിൽ ഉണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ പൂർണ്ണമായി അതിനെ പരാമർശിക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് പല സാഹിത്യപരമായിട്ട് എപ്പിഗ്രാഫിപരമായിട്ടോ ഒന്നും നമുക്ക് ലഭ്യമല്ലാത്തതുമുണ്ട്. ഇനി കിണറുകളുണ്ടായിരുന്നു,
അതുപോലെ ടാങ്ക് സിസ്റ്റം ഉണ്ടായിരുന്നു, കനാൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ഭൂരിഭാഗം കൃഷിയും പലപ്പോഴും മഴയെ മാത്രം ആശ്രയിച്ചല്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ഫ്ലഡിങ് എന്നുള്ളതാണ്, വെള്ളപ്പൊക്കങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടും ഉണ്ടായിരുന്നു. ഈ വെള്ളപ്പൊക്കം സംഭവിക്കുമ്പോൾ സമതലങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ കൃഷിയെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. The annual flooding of the plain of Indus River was particularly important in account to both the semi-arid of region as well as enormous expansion of inundation. അപ്പോൾ അബൗണ്ടൻസ്, ധാരാളമായി കാർഷിക വിളവ് ലഭിക്കാൻ ഇടയാവുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇൻഡസ് റിവറിലൊക്കെ പ്രത്യേകിച്ചും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവും എന്നുള്ളതാണ്. അത് എന്തു ചെയ്യും, ആ പ്രദേശത്തെ ഫലഭൂഷ്ടിയുള്ളതും അതുപോലെ ജലലഭ്യത ഉള്ളതുമാക്കി മാറ്റുന്നു. ഇതൊക്കെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളാണ്, സഹായകരമായ ഘടകങ്ങളാണ് എന്നൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. But the importance such inundation was noted by the late medieval chronicle for the areas considerable rainfall to, such as eastern Uttar Pradesh. The divisions land and Devamatra and Nadi Matraga in the sources of underlying importance rainfall and river inundation for agriculture. കാർഷിക വൃത്തിക്ക് നദീജലവും മഴജലവും എപ്രകാരം സഹായകമായി എന്നതിനെ വേർതിരിക്കുന്ന പദങ്ങളുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. ലാൻഡിനെ പ്രത്യേകിച്ചും ഭൂമി ആ രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലാൻഡ് അങ്ങനെയായിരുന്നു. ദേവമാത്രക് എന്നറിയപ്പെടുന്നത് റെയിൻഫാളിനെ ആശ്രയിച്ചുള്ള കൃഷിയും നദിമാത്രക് എന്നറിയുന്നത് റിവറിനെ ആശ്രയിച്ചുള്ള കൃഷിയുമായിരുന്നു. അപ്പോൾ നദിയെയും അതുപോലെ മഴയെയും ഒക്കെ ആശ്രയിച്ചുള്ള കാർഷിക വൃത്തി ആയിരുന്നു മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള പരാമർശമാണ് ഇത്തരം പദങ്ങൾ.